ജീവിതത്തിലെ ഒരു കാര്യത്തിനും ഒരു ജീവിത ലക്ഷ്യങ്ങൾക്കും മുൻകൂർ ഗ്യാരണ്ടി ഇല്ല. പക്ഷെ അതെങ്ങനെയാണ് ഗ്യാരണ്ടിയായി മാറുന്നത്? ഏത് ലക്ഷ്യമാണോ നേടേണ്ടുന്നത് ആ ലക്ഷ്യം നേടുവാൻ ആവശ്യമായ പ്രോസസ്സ് തുടർന്നുകൊണ്ടേ പോകുമ്പോഴാണ് അത് സാധ്യതയായി മാറുന്നത്, അത് ഗ്യാരണ്ടിയിലേക്ക് നയിക്കുന്നത്. ഉദാഹരണം എടുത്താൽ, ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻ ആകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ജിംനേഷ്യത്തിൽ പോവുക, അതിനാവശ്യമായ പ്രോസസ്സ് തുടരുക. അപ്പോൾ മുൻകൂട്ടി ആർക്കെങ്കിലും ഗ്യാരണ്ടി കൊടുക്കാൻ കഴിയുമ്പോൾ ഗ്യാരണ്ടി ഉണ്ടോ? ഒരു ഗ്യാരണ്ടിയും ഇല്ല. പക്ഷേ ഗ്യാരണ്ടി ഇല്ല എന്ന് കരുതി ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻ ആകാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ആ പ്രോസസ്സ് ആരംഭിക്കാതിരുന്നിട്ടും തുടരാതിരുന്നിട്ടും കാര്യമില്ല. ആ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻ ആകണമെങ്കിൽ ആ പ്രോസസ്സ് ആരംഭിക്കുകയും തുടരുകയും ചെയ്തേ പറ്റൂ. ഗ്യാരണ്ടി ഇല്ല എന്ന് കരുതി മാറി നിന്നിട്ട് കാര്യമില്ല. ആ പ്രോസസ്സ് തുടരുക എന്നുള്ളതാണ് അത്തരം ഏത് ലക്ഷ്യവും നേടാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ടത്. അത് ഏത് ലക്ഷ്യമാകട്ടെ. ചെസ് ചാമ്പ്യൻ ആകണമെന്നാണ് ആഗ്രഹം. ഗ്യാരണ്ടി എന്തിനുണ്ടോ? ഒരു ഗ്യാരണ്ടിയും ഇല്ല. പക്ഷെ പരിശീലിച്ചാലാണ് അതിന്റെ സാധ്യത തെളിയുന്നത്, അത് ഗ്യാരണ്ടി ആകുന്നത്. അപ്പൊ ആരും ഗ്യാരണ്ടി കണ്ടല്ല ഏതെങ്കിലും ലക്ഷ്യത്തിലേക്ക് ഇറങ്ങേണ്ടത്. ഇവിടെയാണ് സാമ്പത്തികമായി പോലും പരാജയപ്പെടുന്നവർക്ക് പറ്റുന്ന അബദ്ധം. ഗ്യാരണ്ടി ഉണ്ടോ? ഗ്യാരണ്ടി ഇല്ല. ഗ്യാരണ്ടി ഇല്ല എന്ന് കരുതി ആവശ്യമുള്ള കാര്യത്തിൽ ഇറങ്ങി തിരിച്ച് ആ പ്രോസസ് ചെയ്യാതിരുന്നൊരു കാര്യമില്ല. ആ പ്രോസസ് ചെയ്യുന്നവർക്കാണ് അത് ഗ്യാരണ്ടിയായി മാറുന്നത്. ഈ ഒരു ചിന്ത, ഈ ഒരു അറിവാണ് മനുഷ്യനെ വിജയത്തിലേക്ക് നയിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ സ്മരണീയമാണ്. വിജയികൾ പരാജയപ്പെടാത്തവരല്ല, വിജയികൾ പിന്മാറാത്തവരാണ് എന്നതും സ്വയം ചിന്തിക്കുക. ജീവിതത്തിലെ ഏത് ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാകട്ടെ, സാമ്പത്തിക ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാകട്ടെ, ഗ്യാരണ്ടി ഇല്ല എന്ന് കരുതി ഇറങ്ങിത്തിരിക്കാതിരിക്കുമ്പോഴല്ല, ഏത് മേഖലയാകട്ടെ അതിനായി ഇറങ്ങിത്തിരിച്ച് ആ പ്രോസസ് തുടരുമ്പോഴാണ്, ആ ലക്ഷ്യം നേടുന്നത് വരെ തുടരുമ്പോൾ അത് ഗ്യാരണ്ടിയായി മാറുന്നു. അതാണ് ജീവിത വിജയ യാഥാർത്ഥ്യം.